الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ നൽകിയിട്ടുള്ളത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. ഹുദൽ ലിന്നാസ് ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യർക്ക് സന്മാർഗ ദർശനത്തിന് വേണ്ടി നന്മ തിന്മകളുടെ വ്യവച്ഛേദമായിക്കൊണ്ട് അളവുകോലായിക്കൊണ്ട് അള്ളാഹു ഫുർഖാനായിട്ട് അള്ളാഹു ഈ ഖുർആനെ നൽകിയിരിക്കുന്നു എന്നാണ്. അള്ളാഹു അതിൽ മനുഷ്യരെ ഭാഷയുടെയോ അല്ലെങ്കിൽ ദേശത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വ്യത്യാസം നൽകിയിട്ടില്ല. മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, ആണും പെണ്ണും, പാശ്ചാത്യനും പൗരസ്ത്യനും എല്ലാവരും അതിൽ ഉൾപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഇബാദത്തുകൾ എല്ലാം മനുഷ്യർക്കുള്ളതാണ്. പുരുഷന് വേറെ സ്ത്രീക്ക് വേറെ എന്നൊരു വിഭാഗീയത അതിലില്ല. എന്നാൽ ഇബ്ലീസ് എപ്പോഴും വിശ്വാസികൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ നിമിഷം മുതൽ തന്നെ പല വിഷയങ്ങളിലും പിശാച് ഭിന്നിപ്പിക്കുണ്ടാക്കുകയുണ്ടായി. ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല,
സക്കാത്ത് നബി ഉണ്ടാകുമ്പോൾ കൊടുത്ത് ഇനി ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞ ഒരു വിഭാഗം രംഗത്ത് വരികയും അവർക്കെതിരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തത് നമുക്കറിയാം. അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പല വിഷയങ്ങളിലും പിശാച് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവരെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിലും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും താബിഈകൾക്കും അതുപോലെ സലഫ് സാലിഹീങ്ങളുടെയും കാലത്തൊന്നും ഇല്ലാത്ത ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് മുസ്ലിം സമൂഹത്തിൽ തല ഉയർത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന വാദം. ഒരു വിഷയത്തിൽ, ഏതൊരു വിഷയമാകട്ടെ, ആ വിഷയത്തിൽ തർക്കം വന്നാൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാഇൽ തന്നെ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം തന്നെ ഉണ്ട്. പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം. ആ അധ്യായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 59-ാം വചനത്തിൽ നമ്മോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ, ഭരണാധികാരികൾ അല്ലെങ്കിൽ നേതാക്കന്മാർ, നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണോ അവർ. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ, ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കം വന്നാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ആ തർക്കത്തെ നിങ്ങൾ മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്പൊ എന്താ അല്ലാഹു പറഞ്ഞത്? ഏതൊരു വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമോ തർക്കമോ ഉണ്ടായാലും നിങ്ങൾ പരിശോധിക്കേണ്ടത്, നിങ്ങൾ മടങ്ങേണ്ടത് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ്. എന്താ അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് എന്നതാണ് നോക്കേണ്ടത്. ആ ഇമാം എന്താ പറഞ്ഞത്, ഈ ഉസ്താദ് എന്താ പറഞ്ഞത്, മുത്താപ്പ എന്താ പറഞ്ഞത്, വെള്ളിപ്പ എന്താ പറഞ്ഞത്, ഇതല്ല നോക്കേണ്ടത്. അല്ലാഹു എന്ത് പറഞ്ഞു, അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞു എന്നതാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ, പരലോകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ذلك خير احسن تأويلا, അതാണ് ഉത്തമവും ശരിയായിട്ടുള്ള രീതിയും അതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാനത്തെ നാളുകളിൽ സ്വഹാബത്തിനെ ഉപദേശിക്കുമ്പോൾ പറയുകയുണ്ടായി, فإنه يعش منكم فسيرى اختلافا كثيرا, നിങ്ങളിൽ ആരാണെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ഈ ദീനിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ഫഅലൈക്കും, അപ്പോൾ നിങ്ങൾ മടങ്ങണം, ബിസുന്നത്തി ഫസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ സുന്നത്തിലേക്ക്, സച്ചരിതരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. മിൻ ബഅദി, എനിക്ക് ശേഷം. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ അതിൽ ഏതാണ് ശരി എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്റെ സുന്നത്തിലേക്ക്. ഇനി എന്റെ സുന്നത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പുതിയ ഒരു വിഷയമാണെങ്കിൽ, ഖുലഫാഉർ റാഷിദീങ്ങൾ, ആരാ ഖുലഫാഉർ റാഷിദീങ്ങൾ? ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇവർ 4 പേരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ. ഈ 4 പേര് എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത്, ചെയ്തത്, അതിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചായി കാണാൻ കഴിയും. എന്നിട്ടോ ആ കാര്യത്തിൽ നിങ്ങളെ അണപ്പല്ല് കൊണ്ട് കടിച്ച് പിടിക്കണം, നിങ്ങളെ മുറുകെ പിടിക്കണം, അത് വിടാൻ പാടില്ല. നിങ്ങൾ സൂക്ഷിക്കണേ, ദീനിൽ പുതിയതായി ഉണ്ടാവുന്ന വിഷയങ്ങൾ നിങ്ങൾ ഭയപ്പെടണം, അത് സൂക്ഷിക്കണം. തീർച്ചയായും എല്ലാ ബിദ്അത്തുകളും അത് ളലാലത്താൻ,
പുതിയതായിട്ട് അള്ളയും റസൂലും പഠിപ്പിക്കാത്ത ദീനില്ലാത്ത കാര്യങ്ങളെല്ലാം മുഹദസ. അതാണ് മുഹദസത്ത് പറയുന്നത്. ആ മുഹദസത്തെല്ലാം ബിദ്അത്താണ്, അനാചാരങ്ങളാണ്. ആ അനാചാരങ്ങളെല്ലാം വഴികേടാണ്. ഇത് എല്ലാ ഉലമാക്കളും അവരുടെ വഅദിൽ ആദ്യമായി എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ സന്ദർഭങ്ങളിലും ഉപദേശിക്കും പറയാറുള്ള ഒരു വാക്യമാണ്. നിങ്ങളും എല്ലാ വെള്ളിയാഴ്ച കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സ്ത്രീ പള്ളി പ്രവേശനം, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടും എന്നൊരു വിഭാഗം, ഇല്ല പാടില്ല അവർ വീട്ടിലാണ് നമസ്കരിക്കുന്നത് മറ്റൊരു വിഭാഗം. ഇങ്ങനെ തർക്കമുണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട് ഖുർആനിലും സുന്നത്തിലും അള്ളാഹും റസൂലും പറഞ്ഞ അതേ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന നിർബന്ധമോ പോകാൻ പാടില്ല എന്ന നിർദ്ദേശമോ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റില്ല, ഖുർആനിലില്ല. എന്നാൽ സ്ത്രീകൾ പള്ളിയിൽ പോകരുന്നതിന് ധാരാളം പ്രോത്സാഹിപ്പിച്ച ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് മറിയം എന്നൊരു സൂറത്ത് തന്നെയുണ്ട്, അല്ലെ? അതുപോലെ തന്നെ മറിയം റളിയല്ലാഹുവിനെ കുറിച്ച് ധാരാളം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, ആ മറിയം അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ ആ മറിയം അല്ലാഹുവിനോട് പറഞ്ഞത് കാണാം. യാ മറിയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ വറാഖീൻ. ഓ മറിയമേ, നീ നിന്റെ രക്ഷിതാവിൽ ഭക്തി തഖ്വയുള്ളവളാകണം, മോളേക്ക് തഖ്വയോടെ മടങ്ങണം. വസ്ജുദി, നീ സുജൂദ് ചെയ്യണം. വർകഈ വറാഖീൻ, നമസ്കരിക്കുന്നവരുടെ കൂടെ നീ നമസ്കരിക്കുകയും ചെയ്യണം. പള്ളിയിൽ അവിടെ എന്താ പറഞ്ഞത്? നമസ്കരിക്കുന്നവരുടെ കൂടെ നീ നമസ്കരിക്കണം, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ സുജൂദ് ചെയ്യണം. മറിയം റളിയല്ലാഹു അൻഹ വളർന്നത് എവിടെയാ? വളർന്നത് മസ്ജിദുൽ അഖ്സയിലാണ്. അഥവാ ലോകത്ത് അള്ളാഹു വിശുദ്ധമാക്കിയ 3 പള്ളികളാണ് ഉള്ളത്. ആ 3 പള്ളികളിൽ ആദ്യമായി ഉണ്ടായ പള്ളിയാണ് മസ്ജിദുൽ ഹറം. അതുപോലെ രണ്ടാമത് മസ്ജിദുൽ അഖ്സ, മൂന്നാം മസ്ജിദുൽ നബവി. ഈ പലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലാണ് മറിയം സക്കരിയ അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിലാണ് അവർ വളർന്നു വന്നത്. അവരോട് പറയുകയാണ്, ഇങ്ങനെ കളിച്ച് നടന്നാൽ പോരാ, ഇന്നാ പറ്റില്ല, എന്ത് ചെയ്യണം? പള്ളിയിൽ നിസ്കരിക്കണം. ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ എന്ത് ചെയ്യണം? പള്ളിയിൽ നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണം എന്ന് മറിയം അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. കൂടി മിൻഹും, നീ അവരിൽ ഉൾപ്പെട്ടവളായി നിർവഹിക്കുക എന്നാണ് എന്ന് പ്രസിദ്ധ താബിഈ പണ്ഡിതനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതിന് തഫ്സീർ നൽകുന്നത് കാണാൻ കഴിയും. അതേപോലെ ഇമാം ബൈളാവി തന്നെ തഫ്സീറുൽ ബൈളാവിയിലും പറയുന്നു, അവർ ജമാഅത്തായി നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടതാണ് ഈ ആയത്ത് കൊണ്ട് എന്ന്. അപ്പോൾ പൗരാണിക കാലത്ത് തന്നെ അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാം എന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതമല്ല. ആദം നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച മതമാണ് ഇസ്ലാം. ഒന്നാമത്തെ മനുഷ്യൻ തന്നെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഈ ലോകത്തിനോട് പറഞ്ഞ ആ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാതെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന പുതിയ മതമല്ല. അതിന്റെ പരിസമാപ്തിയാണ് അള്ളാഹു ഖാതിമുൻ നബിയിലൂടെ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ മറിയം റളിയല്ലാഹു അൻഹ ഈസാ അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് പോലും അള്ളാഹു പള്ളിയിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഈ നോക്കൂ, എന്താണ് ഹദീസുകളിലുള്ള ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിലപാട് എന്താ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു മർവാന പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഇസ്തഅദനകും നിസാഅകും ബില്ലൈലി ഇലൽ മസ്ജിദി, ഒരു സ്ത്രീ നിങ്ങളോട് രാത്രിയിൽ പള്ളിയിൽ പോകാൻ സമ്മതം ചോദിച്ചാൽ, എപ്പോഴാണ്? ജുമാക്കല്ലോ, ളുഹുർ അസ്റമല്ല, രാത്രിയിൽ ഇശാ നമസ്കരിക്കാൻ അല്ലെങ്കിൽ മഗ്രിബ് നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ നിങ്ങളുടെ സമ്മതം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് നൽകുക തന്നെ ചെയ്യണം. അവർക്ക് അതിന് അനുവാദം നൽകണമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ് ബുഖാരി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹും ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പകലിൽ മാത്രമല്ല, രാത്രിയിൽ സ്ത്രീകൾ അനുവാദം ചോദിച്ചാലും നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും, അല്ലേ? എന്നാൽ
ലാ തംനൂ ഇമാഅകും ഫിൽ മസ്ജിദി, നിങ്ങൾ സ്ത്രീകളെ പള്ളിയിലേക്ക് നിന്ന് തടയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂൽ പറയുന്ന ഹദീസിൽ പറയുന്നുണ്ട്, എന്നാൽ അവർക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീടാണ് എന്ന്. ഇതാണ് വിവാദമായി എടുക്കുന്ന ഹദീസ്. അപ്പൊ ആദ്യം പറഞ്ഞ എന്താ? പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്നാണ്. അത് പള്ളിയിൽ പോകാൻ പാടില്ല എന്നതാണ് നിയമമെങ്കിൽ പള്ളിയിൽ തടയാൻ പാടില്ല എന്ന് ആദ്യം പറയരുതല്ലോ. അല്ലാഹു റസൂൽ പറഞ്ഞ ആദ്യം ഇമാഅക്കും മസാജിദ്, അള്ളാഹുവിന്റെ അടിയാർത്ഥികളെ, അള്ളാഹുവിന്റെ ദാസിമാരെ നിങ്ങൾ അള്ളാഹിന്റെ പള്ളിയിൽ തടയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന്. അതായത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇസ്ലാം അധികമായി മനസ്സിലാക്കാത്ത പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വസ്ത്രധാരണങ്ങളോ രീതികളോ പെരുമാറ്റമോ ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഉറക്കെ സംസാരിക്കുക, അതേപോലെ അച്ചടക്കമില്ലാതെ നടക്കുക, ഈ വക രീതികളൊക്കെ ആ സമൂഹത്തിലുണ്ടായിരുന്നു. നമുക്ക് കാണാൻ കഴിയും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിമാർ, നമ്മുടെ ഉമ്മമാരെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് ഉപദേശിക്കുന്നതായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. നിങ്ങൾ ജാഹിലിയ്യ കാലത്തെ പെണ്ണുങ്ങളെ പോലെ ഇറങ്ങി നടക്കാൻ പാടില്ല, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹുവിന്റെ ഭാര്യമാരെ പോലും അള്ളാഹു ഉപദേശിക്കുന്നത് കാണാൻ കഴിയും. കാരണം അള്ളാഹു റസൂൽ സല്ലല്ലാഹുവിന്റെ ഭാര്യമാരും ആ സമൂഹത്തിൽ വളർന്നു വന്ന സ്ത്രീകളാണ്. പിന്നീട് റസൂലുള്ളാഹിയുടെ ഭാര്യമാരായപ്പോഴാണ് അവർ വിശുദ്ധകളായി മാറിയത്. അതുകൊണ്ട് തന്നെ അവരെ ആ കൾച്ചർ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ നിലയിൽ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷവും അല്ലാഹു റസൂലുള്ളാഹിന്റെ ഭാര്യമാരും സ്വഹാബത്തിന്റെ ഭാര്യമാരുമെല്ലാം പള്ളിയിൽ പോയിരുന്നു. അവരെ തടഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി തടയാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും തമ്മിൽ ബിലാൽ തമ്മിൽ ഒരു സംസാരമുണ്ടായി. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ നിസാ ഹുദൂറഹുന്ന മിനൽ മസ്ജിദി ഇസ്തഅദനൂകും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് പള്ളിയിൽ പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കണം എന്ന് ആര് പറഞ്ഞു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഹദീസിനെ പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ലനംനഉഹുന്ന, അല്ലാഹു തന്നെ ഞാൻ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി തടയും എന്ന്, ഞാൻ തടയും എന്ന് അദ്ദേഹത്തിന്റെ മകൻ പറയും. അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്ന അദ്ദേഹം അബ്ദുള്ളയോട് പറയുകയുണ്ടായി, അഖൂലു, ഞാൻ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ, വതഖൂലു അൻത ലനംനഉഹുന്ന, നീ പറയുന്നു ഞാൻ തടയുന്ന ചെയ്യുന്നു. അപ്പൊ നീയോ അല്ലാഹു റസൂല വലുത്? അല്ലാഹു റസൂൽ പറഞ്ഞു ഞാൻ പറയുമ്പോ ഞാൻ തടയുമെന്ന് പറയാൻ നിനക്കെന്താ അധികാരമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനോട് തർക്കിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൂർവ്വസൂരികളായ സഹാബത്തും താബിഈകളും ഒക്കെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തടഞ്ഞിരുന്നില്ല, പോയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബ വനിതകൾ പള്ളിയിൽ നമസ്കരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി ലഅദ്ഖുലു ഫി സ്വലാത്തി ഫഉരീദു ഇത്വാഅതഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നമസ്കരിക്കാൻ പ്രവേശിക്കുമ്പോ നീണ്ട് കുറെ ആയത്തുകൾ ഓതിയിട്ട് കുറെ നേരം നിസ്കരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേട്ടു പിന്നിൽ നിന്ന്. ആ കുട്ടികളുടെ കരച്ചില് ആ കുട്ടിയുടെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ നമസ്കാരം പെട്ടെന്ന് ചുരുക്കി. എന്താരാ പറയുന്നത്? പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അതേ അല്ലാഹു റസൂൽ പറയുന്നത്. ഞാൻ കുറെ ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കണമെന്ന ചിന്തയിൽ ഞാൻ പള്ളിയിലേക്ക് പോയി. അങ്ങനെ ജമാഅത്ത് നിസ്കാരം തുടങ്ങിയപ്പോ പിന്നെ കുട്ടികൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പൊ കുട്ടികളുടെ ഉമ്മമാരുടെ നിസ്കാരം കേട്ടത് അവർക്ക് മനസ്സ് വേദനമാകുമല്ലോ എന്ന് കരുതി ഞാൻ വേഗം നമസ്കാരം ചെറുതാക്കി എന്ന്. അപ്പൊ പെണ്ണുങ്ങൾ പള്ളി പോകാൻ പാടോ ഇല്ലേ? ചിന്തിക്കുക. നോക്കൂ, അതേപോലെ തന്നെ
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാൻ കഴിയും. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. കാന യുസല്ലിമു ഫയൻസരിഫു നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടി കഴിഞ്ഞാൽ സ്ത്രീകൾ അവിടെ എഴുന്നേറ്റ് പോകും. ഫയദ്ഖുൽന ബുയൂതഹുന്ന മിൻ ഖബ്ലി അൻ യൻസരിഫ റസൂലുള്ളാഹ്. പെണ്ണുങ്ങളൊക്കെ വീട്ടിലെത്തുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നിടത്തുനിന്ന് എണീക്കൂല. റസൂൽ അവിടെ എണീക്കുന്നതിന് മുമ്പ് തന്നെ സലാം വീട്ടി കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ എഴുന്നേറ്റ് പോകും. എന്താ അതിന്റെ കാരണം? റസൂൽ സല്ലല്ലാഹുവിന്റെ കാലത്ത് ഇന്നത്തെ പോലെ സൗകര്യമൊന്നുമില്ല. ഈ ഒരു പള്ളിയിൽ തന്നെയാണ് മുന്നിൽ പുരുഷന്മാർ, പിന്നിൽ കുട്ടികൾ, അതിന് പിന്നാലെ സ്ത്രീകള്. സ്ത്രീകൾക്ക് വേറെ ഉണ്ടാക്കാനുള്ള പൈസയോ സൗകര്യമോ തന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകള് ഏറ്റവും പിന്നിലാണ് സ്വഫ് നിൽക്കുക. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് സലാം കെട്ടിയാൽ നബി തിരിഞ്ഞിരിക്കും. അപ്പൊ സ്ത്രീകളൊക്കെ വേഗം എഴുന്നേറ്റ് വിട്ടു പോകും. സ്ത്രീകളൊക്കെ പോയി കഴിഞ്ഞ ശേഷം നബിയോട് എണീക്കുക. നബി എണിച്ചാലേ പുരുഷന്മാർ എണീക്കുകയുള്ളൂ. അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ കൂട്ടത്തിൽ ഓർമ്മിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാൻ, ഇമാമ ഖുത്ബ കഴിഞ്ഞ് മിമ്പറിൽ താഴെ ഇറങ്ങിയാലാണ് നിങ്ങൾ എണീക്കാൻ പാടുള്ളൂ. ഇന്ന് ഞാൻ നിർത്തുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും എണീക്കലേ ചെയ്യും. മുമ്പ് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ അത് പറയാൻ ഇങ്ങനെ മറക്കലാണ്. ഇമാമ മിമ്പറിൽ താഴെ ഇറങ്ങിയാലാണ് മൗമൂമിങ്ങൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അതാണ് സുന്നത്ത്. ഇമാമ ഇറങ്ങി എണീക്കുമ്പോഴത്തേക്കും മുമ്പ് നിങ്ങൾ എണീക്കരുത് കേട്ടോ. അത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ? സ്ത്രീകള് പോയതിനു ശേഷമാണ് അല്ലാഹുവിന്റെ റസൂല് അവർ എണീക്കുന്നതിന് മുമ്പ് തന്നെ അത്രയും വേഗം സ്ത്രീകൾ വീട്ടിലേക്ക് പോകുമായിരുന്നു എന്ന്. ഇത് നോക്കുക. അതേപോലെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപത്നി ഉമ്മു സൽമ പറഞ്ഞ നമുക്ക് കാണാൻ കഴിയും. ഇനി അത് മാത്രമോ, നേരത്തെ പറഞ്ഞ സ്ത്രീകൾ രാത്രിയിൽ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ കൊടുക്കണമെന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞു. ഇത് നോക്കുക. അതേപോലെ ഇമാം ബുഖാരിയുടെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബ വനിതകള് സുബ്ഹിക്ക് ജമാഅത്തിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. എപ്പോഴാണ്? സുബ്ഹിക്ക്. ചിന്തിച്ചോ, നമ്മുടെയൊക്കെ പെണ്ണുങ്ങൾ സുബ്ഹിക്ക് വീട്ടിലെ നമസ്കരിക്കാറുണ്ടോ? പല ആണുങ്ങളും ഭയങ്കര സ്നേഹമുള്ള ഭാര്യമാര് എന്തറിയോ, സുബ്ഹിക്ക് എണ്ണിച്ചിട്ട് ഭാര്യമാരെ ഉണർത്താതെ, ശബ്ദം ഉണ്ടാക്കാതെ, ഒന്നുകൊടുത്ത് ലൈറ്റ് ഇടാതെ, വാതിൽ ശബ്ദം ഉണ്ടാക്കാതെ അടച്ചിട്ട് വരും. നരകത്തിനാണ് ഇട്ട് കൂട്ടുന്നത്. അവനെ നരകത്തിലിട്ട് കൂട്ടിയിട്ടാ വരുന്നത്. നീ എണീറ്റാൽ നിന്റെ കുടുംബം എണീക്കണം, നിന്റെ ഭാര്യയും നിന്റെ മക്കളും എണീക്കണം, ഒച്ചപ്പാടുണ്ടാക്കണം, വിളിക്കണം. അവസാനം വരുമ്പോഴും അവർ ഉണർന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പള്ളിയിലേക്ക് വരേണ്ടത്. അല്ലാതെ ആരോഗ്യമാതെ പിന്നെ വാക്യം പൊട്ടിപ്പോകാനല്ല. പല ആണുങ്ങളുടെ പോക്കറ്റിൽ ചാവി ഉണ്ടാവും പള്ളി വന്നു കഴിഞ്ഞാല്. ഖുർആൻ ക്ലാസ് എന്തൊക്കെ ഇരിക്കുമല്ലോ, വാങ്ങിച്ചോളൂ. എന്താ വീട്ടിലെ ചാവി എന്റെ പോക്കറ്റിലെ? എന്താ അങ്ങനെ? അല്ല, അത് ഭാര്യ കുട്ടികളൊക്കെ സുഖമായി ഉറങ്ങുക, അവർ ഉണർത്തണ്ടെന്ന് വെച്ച് ചാവി കൊണ്ടുവന്നാണ് അല്ലേ? ഒരു തരുമ്പെങ്കിലും ഭാര്യയോടും മക്കളോട് സ്നേഹം ഇല്ലാത്തവനാണ് അവൻ. കാരണം ഇവൻ സ്വർഗത്ത് പോകണം, അവർ നരകത്ത് പോയിക്കോട്ടെ അല്ലേ? ആ ഭാര്യ മക്കളെ സുബഹി നിസ്കരിക്കാതിരുന്നാൽ അത് നാളെ മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് അവരുടെ ഭാര്യമാരെയും കൂട്ടി പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. നോക്കൂ, ആയിഷ പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ. ഞങ്ങളെല്ലാവരും റസൂലുള്ളാഹിയുടെ പള്ളിയിൽ സുബ്ഹിക്ക് അവിടത്തോടൊപ്പം ജമാഅത്തായി നമസ്കരിക്കാറുണ്ടായിരുന്നു സ്ത്രീകള്. ഏതുവരെ? തണുപ്പ് സമയത്ത് പുതപ്പ് പുതച്ചിട്ടാണ് ഞങ്ങൾ നബിയുടെ പിന്നാലെ നമസ്കരിക്കാൻ നിൽക്കാറുള്ളത്. പുതപ്പ്, കട്ടിയുള്ള പുതപ്പ് പുതച്ചിട്ട് ഞങ്ങൾ നബിയുടെ പിന്നാലെ നമസ്കരിക്കാൻ നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വേഗം പോകും. ഞങ്ങളെ പരസ്പരം കണ്ടാൽ തിരിച്ചറിയില്ല. കാരണം അത്ര ഇരുട്ടുണ്ടായിരുന്നു നമസ്കരിച്ചിട്ട് പോകുമ്പോ. ഈ ഹദീസ് വെച്ചിട്ട് പുരോഹിതന്മാർ പറയും, സുബ്ഹി എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? അതിന്റെ ഹുക്മ പറയേ. എന്താ ഹുക്മ? കണ്ടാൽ തിരിച്ചറിയാത്ത അത്രയും ഇരുട്ടുണ്ടാകുമ്പോൾ സുബ്ഹി നമസ്കരിക്കേണ്ടത്. തെളിവ് എവിടുന്നാണ് കിട്ടിയത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ നബിയുടെ കൂടെ സുബ്ഹി നമസ്കരിച്ച് തിരിച്ചു പോകുമ്പോ കണ്ടാൽ അറിയാത്ത അത്രയും ഇരുട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതേ പുരോഹിതൻ പറയും,
പെണ്ണുങ്ങൾ പള്ളി പോകാൻ പാടില്ല. എങ്ങനെയുണ്ട് തമാശ അല്ലേ? അപ്പൊ ഇങ്ങനെ നോക്കൂ, ഇതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ പുരോഗതി ഉണ്ടായത് സ്ത്രീകൾ പള്ളിയിൽ വരാൻ തുടങ്ങിയപ്പോഴാണ്. സ്ത്രീകൾ പള്ളിയിൽ വന്ന് ഖുർആനും ഹദീസും കേട്ടു, അവരുടെ വീടുകളിൽ പോയി അവരെ മക്കളെ നന്നാക്കി പഠിപ്പിച്ചു. അങ്ങനെ അറബി കോളേജുകളും വന്നു കേരളത്തിൽ. അവരുടെ മക്കളൊക്കെ ഡിഗ്രിയും ഗ്രാജുവേഷനൊക്കെയായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി. ഒരുപാട് പെൺകുട്ടികൾ ഖുർആൻ ഹാഫിളാകുന്ന പണ്ഡിതകളായി മാറി. അല്ലെ, നിങ്ങൾക്കറിയുമോ വയനാടിൽ ഒരു പള്ളിയുണ്ട്. ആ വയനാടിന്റെ ഒരു സലഫി പള്ളിയുണ്ട്. അതെങ്ങനെ അറിയോ? ഒരു പെൺകുട്ടി തൗഹീദുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് ആ പ്രദേശത്തേക്ക്. ആകെ ശിർക്കും വിടാത്തുള്ള നാടാ. ആ പെൺകുട്ടി ആദ്യം ഭർത്താവിനെ തിരുത്തി, പിന്നെ ഉമ്മയെ തിരുത്തി, അങ്ങനെ അയൽവാസികളെ തിരുത്തി. അങ്ങനെ അവര് പള്ളി വന്നു. ഇന്ന് 500-ലധികം ആളുകൾ ജുമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരു പള്ളിയാണ്. ആരാ ഉണ്ടാക്കിയത്? ഏതെങ്കിലും മൗലവിയാണ്? ഒരേ ഒരു പെൺകുട്ടി അല്ലാഹുവിന്റെ ഹിദായത്ത് കിട്ടിയപ്പോ, ദീനുണ്ടായപ്പോ ആ നാട്ടിലുണ്ടായ മാറ്റമാണ്. ഇതാണ് ഇബ്ലീസ് വെറുക്കുന്നത്, ഭയപ്പെടുന്നത്. പെണ്ണുങ്ങളെ പള്ളി പോകാൻ പറഞ്ഞ പെണ്ണുങ്ങളെ പള്ളിയെ പഠിച്ചെന്നുണ്ടാവുക, സമൂഹം നന്നാവോ? ഒരാണ് നന്നായാൽ ദീനെ സിറ്റ് ഔട്ട് വരെ എത്തുള്ളൂ. ഒരു പെണ്ണ് നന്നായാൽ വീടിന്റെ ഉള്ളിൽ മുഴുവൻ ദീനെത്തും. അല്ലേ? നിങ്ങളെ മകൻ കെട്ടിക്കൊണ്ടുവന്ന മോളിന്റെ മരോട് ഓളിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അത് കണ്ടുപിടിക്കാനാ നിങ്ങളെ ഭാര്യ. അത് പറഞ്ഞു കൊടുക്കുന്നതാരാ? നിങ്ങളെ ഭാര്യ. അവൾക്ക് ദീനില്ലെങ്കിലോ പിന്നെ പേരക്കുട്ടികൾ ഉണ്ടാവോ? ആ തലമുറ ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറയുന്നുണ്ടായത്, എല്ലാ മുഅ്മിനും മുഅ്മിനത്തിനും ഇൽമ പഠിക്കാൻ നിർബന്ധമുള്ള കാര്യമാണ്. ശരീഅത്തുൽ ഇൽമി അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിം ആണുങ്ങളും പെണ്ണുങ്ങളും അറിവ് പഠിക്കൽ നിർബന്ധമാണെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അല്ലാഹു റസൂലിന്റെ കാലത്ത് സ്വഹാബാവകൾ പള്ളിയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ദർസിന്റെ ക്ലാസുകൾ കേൾക്കും. ഒരു ദിവസം അല്ലാഹു റസൂൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളോ ജീവിതമോ പുറത്തു വന്നുകൊണ്ട് ഒരാളോട് നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അവന്റെ മുഖത്തെന്താ നോക്കില്ല, അവന് പാപങ്ങളെന്നാ പുറത്തു കൊടുക്കില്ല. അപ്പോൾ ആ സദസ്സിൽ നിന്ന് തടിച്ച ഒരു സ്ത്രീ എഴുന്നേറ്റ് മുട്ടിൻകാരൻ നിന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, സ്ത്രീകളിൽ ചില ആളുകളും പുരുഷന്മാരിൽ ചില ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് നബിയെ എന്ന് റസൂലുള്ള ക്ലാസ് എടുക്കുമ്പോ അവിടുന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു എന്ന് ഹദീസുകൾ പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ സ്ത്രീകൾ വന്ന് ദീന് പഠിച്ചിട്ടാണ്. ആ സ്വഹാബ വനിതകൾ വളർത്തിയ മക്കളാണ് ഇന്ന് ലോകത്തിന്റെ മുക്കുമൂലയിലൊക്കെ അല്ലാഹുവിന്റെ തൗഹീദെത്താൻ കാരണം. നമ്മളൊക്കെ മുസ്ലിം ആവാൻ കാരണം ആ ഉമ്മമാര് വളർത്തിയ മക്കളാ. അതുകൊണ്ട് ഉമ്മമാരുടെ ദീനുണ്ടെങ്കിലെ സമൂഹം നന്നാവുകയുള്ളൂ. അത് കിട്ടാൻ ഏറ്റവും നല്ല പറ്റിയ മാർഗമാണ് അവരെ ഖുത്ബകളിലും അതുപോലെ വേദകളിലൊക്കെ പങ്കെടുക്കുക. അത് ഇബ്ലീസിന് തീരെ പറ്റൂല. അതുകൊണ്ട് തന്നെ പല വാദങ്ങളുമായി അവൻ കടന്നു വരും. നോക്കൂ, അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു റസൂലിന്റെ കാലത്ത് മുതൽ ഇന്ന് വരെ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ അഖ്സയിലും മസ്ജിദുൽ നബവിയിലും സ്ത്രീകൾ 5 നേരം നമസ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ ചില പുരോഹിതന്മാര് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന സാധുക്കളായ ഉമ്മമാരെ പറഞ്ഞു പറ്റിച്ച് നിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കണക്കാർ കൂലി രൂപയിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ കൂലിയാണ് കഅബ പള്ളിയിൽ നിസ്കരിച്ചാൽ. അതാണ് നിസ്കരിച്ചാലും പെണ്ണ് നിസ്കരിച്ചാലും. എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കി അധ്വാനിച്ച് പ്രയാസപ്പെട്ടു പോകുന്ന ഉമ്മമാരെ ആ കൂലി തടഞ്ഞുകൊണ്ട് വീട്ടിൽ നമസ്കരിക്കുന്ന പുരോഹിതന്മാർ എന്താണ്? പെണ്ണുങ്ങള് ദീന വന്നാൽ തിരിച്ചു ചോദിക്കാൻ തുടങ്ങും. പ്രയാസങ്ങൾ ഉണ്ടാവും, ഇല്ലേ? ഇപ്പോ കേരളത്തിൽ ഈ വിവാദം ഉണ്ടാവാൻ കാരണം എന്താ? ഒരു പെൺകുട്ടി, അല്ലെ, ലോകമറിയുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അവൾക്ക് ദീന് മനസ്സിലായി. അവരോട് ചോദിച്ചു, പെണ്ണുങ്ങളെന്താ പള്ളിയിൽ പോവാത്ത? കുഴപ്പമുണ്ടാകും. മതത്തിലൊന്നും കുഴപ്പമില്ല, നാട്ടിലുള്ള ഒരു കൾച്ചർ അതാണ്, കുറെ കഴിയുമ്പോഴൊക്കെ മാറിക്കോളും എന്നാ കുട്ടി മറുപടി പറഞ്ഞു. അതിപ്പോ വലിയ പ്രശ്ന. എന്താണ് അങ്ങനെ പറയാ?
അത് ശരിയല്ലല്ലോ, പെണ്ണുങ്ങളെ പള്ളി പോകാൻ പാടില്ലല്ലോ, അല്ലേ? എന്താ തെളിവ്? ഖുർആനും ഹദീസിലേക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാം, അവർ ദീന് പഠിക്കണം. അങ്ങാടിയിൽ പോവുക, ഷോപ്പിംഗ് കോംപ്ലക്സ് പോവുക, മാളുകളിൽ പോവുക, എല്ലായിടത്തും അണിയുന്നത് പോലെ ഇങ്ങനെ അണിഞ്ഞു നടക്കാൻ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല, ഈ പുരോഹിതന്മാര് ബസ് പിടിച്ചുകൊണ്ട് 2-3 ദിവസവും അന്യ പെണ്ണുങ്ങളെയും ആളുകളെയുമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ പള്ളിക്കാട്ടുകളിലും എല്ലാ ദർഗകളിലും കൊണ്ടുപോയി ചുറ്റി നടക്കാം. അത് ഹറാമല്ല. അതിന് എവിടെയാ പുരോഹിത തെളിവുള്ളത്? ഇങ്ങനെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് പള്ളിക്കാടൊക്കെ റമദാൻ പോലും രാത്രിയിൽ തെണ്ടി നടക്കാൻ എന്താണ് തെളിവ്? ഒരു തെളിവില്ല, അല്ലേ? എന്നാ പള്ളിയിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം കാര്യങ്ങൾ തിരിച്ചറിയണം. ഇനി ചില ആൾക്കാർ പറയാറുണ്ട്, അത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷമാണ് പോണ്ടാന്ന് പറഞ്ഞത്. എന്താ ഹിജാബിന്റെ ആയത്ത്? സ്ത്രീകൾ, പണ്ട് കാലത്തെ സ്ത്രീകള് മുഖമക്കനിടാറില്ല. ഇസ്ലാം വന്നതിന് ശേഷമാണ് മുഖമക്കനിടാൻ തുടങ്ങിയത്. അപ്പൊ അള്ള പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ ജാഹിലിയ പെണ്ണുങ്ങളെ പോലെ നടക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? മുഖമക്കനിടണം. അത് നെഞ്ഞിലേക്ക് താഴ്ത്തിയിടണം. നിങ്ങളുടെ മാറിടം മറയ്ക്കണം. ഒരാളുടെ മുമ്പ് പോയി വന്നാൽ നിങ്ങൾക്ക് ഷെയിമില്ലാതെ നിൽക്കാൻ പറ്റണം. ആ രൂപത്തിൽ നിങ്ങൾ ഹിജാബ് ഇടണം എന്ന്. അതാണ് ഇപ്പോ ഹിജാബ് എന്റെ ഹയത്തിന്റെ അർത്ഥപത. നിങ്ങൾ ജാഹിലിയത്ത് പോലെ ഇങ്ങനെ അവിടെ ഇവിടെ മേഞ്ഞടക്കുന്നത്, വീട്ടിലൊക്കെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം, ആവശ്യത്തിനെ പുറത്തു പോകാൻ പാടുള്ളൂ. ഇതിനെവിടെ പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ളത്. ഇതിനുശേഷം പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ആയിഷ എന്താണ് പറയുകയാണ്, സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു റസൂലിന്റെ ഭാര്യയായ ആയിഷ പറയുകയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅതകിഫു അസ്റൽ അവാഖിറ മിൻ റമളാൻ. അല്ലാഹുവിന്റെ റസൂൽ റമളാനിന്റെ അവസാനത്തെ 10 പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നത് വരെ, മരണപ്പെടുന്നത് വരെ. സുമ്മ തകഫ അസ്വാജുഹു, പ്രത്യേകം മനസ്സിലാക്കണേ, സുമ്മ തകഫ, പിന്നീട് ഇത്തികാഫിരുന്നു. അസ്വാജുഹു, ആ നബിയുടെ ഭാര്യമാര്, മിൻ ബഅദിഹി, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം. നബി വഫാത്തായ പിന്നെ ആയത്തൊന്നും ഇറങ്ങൂലല്ലോ. ഇറങ്ങോ? അങ്ങനത്തെ വിശ്വസിച്ചാൽ മുസ്ലിമൊക്കെ പുറത്തു പോയില്ലേ? നബി വഫാത്തായ പിന്നെ ആയത്തിറങ്ങുന്ന പരിപാടിയില്ലല്ലോ. അപ്പൊ ഹിജാബിന്റെ ആയത്തിന് ശേഷം സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാര് ഇത്തികാഫിൽ നിന്ന്, പള്ളിയിൽ നിന്ന്. എവിടെ ഇത്തികാഫ് ഇരിക്കേണ്ടത്? വീട്ടിൽ നിന്നാ കിട്ടോ? കൂലി കിട്ടൂല. ജുമാ നടക്കുന്ന പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കണമെന്ന, വീട്ടിലെ പള്ളിയിൽ ഇത്തികാഫിന്റെ കൂലി കിട്ടൂല. ഇത്തികാഫിന്റെ കൂലി കിട്ടണമെങ്കിൽ ജുമാ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ ഇരുന്നാലേ കിട്ടൂ. അപ്പൊ അല്ലാഹു റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ പറയുന്ന നബിന്റെ ഭാര്യമാര് പള്ളിയിൽ ഇത്തികാഫ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ദീനിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് വിലക്കില്ല. പുരോഹിതന്മാരുടെ ചില ചോർത്തമായ താല്പര്യങ്ങളാണ് തടയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിന്റെ പാന്താവിൽ ചലിക്കാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയറുല്ലാഹ് وصلى الله وسلم على محمد وآله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, യഥാർത്ഥ മുത്തഖീങ്ങളായി അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം വിടകൊള്ളുകയും ചെയ്യണമെന്ന് സ്വന്തത്തോടുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത് വന്നത് സ്ത്രീകളെ പള്ളിയിൽ പോകാൻ പാടോ ഇല്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മനസ്സിലാക്കുക. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടില്ല പോകരുത് എന്ന്. എന്നാൽ റസൂൽ അനുവാദം കൊടുക്കണമെന്ന് റസൂലിനെ കാലത്ത് പോയിട്ടും ശേഷവും പോയിട്ടാണ്, ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ അതല്ല, ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവര് പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയുകയും അത് സമൂഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മൾ അള്ളാഹു തഖ്വയുള്ളവരായി നിലകൊള്ളണം.
കാരണം അള്ളാഹ് പറഞ്ഞ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കില്ലേ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരാത്മാവിനും അറിയില്ല നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന്. ഒരാൾക്കും അറിയില്ല നമ്മൾ നാളെ എവിടെ മരിക്കുക എന്ന്. നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തഖ്വയോടെ ജീവിക്കുക, മുസ്ലിമായി മരിക്കുക. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി MGMന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായ നമ്മുടെ സഹോദരി ഇന്നലെ വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ ബൈക്കിൽ നിന്ന് വീഴുകയും അങ്ങനെ ശരീരത്തിലുള്ള ലോറി കയറി ഇറങ്ങി അവരെ മരണപ്പെടുകയും ചെയ്തു. വളരെ ചെറിയ വയസ്സാണ്, ചെറിയ മക്കളൊക്കെ ഉണ്ട്. അതുപോലെ അള്ളാഹിന്റെ ദീനിന് വേണ്ടി നന്നായി പ്രഭാഷണം നടത്തുന്ന ഒരു സ്വാലിഹത്താണ്. അള്ളാഹു അവരുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ ഭർത്താവിനും അള്ളാഹു സമാധാനവും ധൈര്യവും അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. അത് ഓരോ മരണങ്ങളും കേൾക്കുമ്പോൾ മനസ്സിലാക്കണം അടുത്തത് ആര് എന്നതാണ്. മരണം എന്നത് ഉറപ്പാണ്, നമ്മളെല്ലാവരും മരിക്കും. പക്ഷെ ആദ്യം ആര് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് എപ്പോഴും തഖ്വയോടുകൂടി നിലകൊള്ളുക, അള്ളാഹിന്റെ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. മരിച്ചാൽ അതോടെ ദുനിയാവ് തീർന്നു, പരലോകം തീരാത്ത അറ്റമില്ലാത്ത യാത്രയിലേക്ക് തുടക്കം കുറിക്കുകയാണ്. അവിടേക്ക് വേണ്ടി ഈ ദുനിയാവ് നമ്മൾ വല്ലതൊക്കെ മടിയും അലസതയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു നന്മ കിട്ടുമെന്ന് കണ്ടാൽ അത് എടുക്കാൻ അതിന് സമയമോ പൈസ ചെലവായാലും മടി കാണിക്കാതിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ولا تشفي حلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله.